ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ്. തമിഴ്നാട് വാൽപ്പാറയിൽ 4 വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ മരിച്ച 4 വയസ്സുകാരൻ്റെ പേര് സൈബുൾ എന്നാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി അനീഷ് ആൻ്റണി ചേരുന്നു. അനീഷ്, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ ഒരു പുലിയുടെ മുന്നിൽപ്പെട്ടത്? എന്തായിരുന്നു ആ ഒരു സംഭവം? കാളിദാസ്, ഇന്ന് വൈകിട്ടോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തമിഴ്നാട് വാൽപ്പാറയിലാണ് സംഭവം. 4 വയസ്സുകാരൻ കളിച്ചുകൊണ്ടിരിക്കെ കാണാതാവുകയായിരുന്നു. വീട്ടുകാർ ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയെ കാണാതായത് മനസ്സിലായില്ല. പിന്നീട് കുട്ടിയെ കാണാതായപ്പോഴാണ് കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ലഭിച്ചത്. വാൽപ്പാറ ആയിപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ മകനായിട്ടുള്ള സൈബുൾ 4 വയസ്സുകാരനാണ്. ഈ കുട്ടിയെയാണ് കാണാതെ. പിന്നീട് നാട്ടുകാരും പ്രദേശത്തുള്ളവരും ബന്ധുക്കളും കുട്ടിയുടെ മാതാപിതാക്കളും ഉൾപ്പെടെ സമീപത്തെ തേയിലത്തോട്ടത്തിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തി. ഒടുവിൽ അല്പം മുമ്പാണ് 8 മണിയോടെയാണ് കുട്ടിയുടെ പാതി ഭക്ഷിച്ച ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നത്. ഉടൻ വനം വകുപ്പിനെയും പോലീസിനെയും ഒക്കെ വിവരമറിയിച്ചു. ഈ കുട്ടിയുടെ മൃതദേഹം, പാതി ഭക്ഷിച്ച നിലയിലുള്ള മൃതദേഹം ഇപ്പോൾ വാൽപ്പാറയിലെ സർക്കാർ താലൂക്ക് ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ മേഖലയിൽ നിരന്തരം പുലിയുടെ പ്രദേശമാണ്. ഒട്ടേറെ തൊഴിലാളികളുടെ കുഞ്ഞുമക്കളെ സമാന രീതിയിൽ പുലി കടിച്ചു കൊണ്ടുപോയി പാതി ഭക്ഷിച്ച് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ള സംഭവങ്ങൾ ഈ ഭാഗത്തു നിന്നും അടിക്കടി ഏറ്റവും 4 വയസ്സുകാരനായിട്ടുള്ള കുട്ടിയെ പുലി കടിച്ച് കൊലപ്പെടുത്തി പാതി ഭക്ഷിച്ച നിലയിൽ തേയിലത്തോട്ടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടു. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുൻപാണ് സമാന രീതിയിൽ ഉള്ള ഒരു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെ, ഏകദേശം ഈ പ്രായം തന്നെ വരും, 6 or 7 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ സമാന രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കെ പുലി കടിച്ചു കൊണ്ടുപോയി ഉപേക്ഷിച്ചത്. പിന്നീട് പിറ്റേ ദിവസം നടത്തിയ തിരച്ചിലിലാണ് കുട്ടിയുടെ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയത്. ഇതിനു മുൻപ് നേരത്തെയും സമാന രീതിയിൽ ഒട്ടേറെ കുട്ടികളെ ഈ സമാന രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പുലി, ഈ സമീപത്തൊക്കെ തേയിലത്തോട്ടമാണ്. ഇതിന്റെ നടുവിലാണ് ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികളുള്ളത്. ഈ തേയിലത്തോട്ടത്തിൽ പതുങ്ങിയിരിക്കുന്ന പുലി പൊടുന്നനെ ചാടി വീണ് കുട്ടികളെ കടിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്. എന്തായാലും ഒരു സമയത്ത് ഒരു കുട്ടിയെ സമാന രീതിയിൽ കൊലപ്പെടുത്തിയ സമയത്ത് വനം വകുപ്പ് തന്നെ അവിടെ കൂടുവെച്ച് ഒരു പുലിയെ പിടികൂടി അവിടെ നിന്നും മാറ്റുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടായെങ്കിലും പുലികൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്നത് വേണം നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ. ഒട്ടേറെ പുലികൾ ഈ പ്രദേശത്ത് ഉണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ന് ഈ 4 വയസ്സുകാരനെ കടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഈ മേഖലയിൽ തോട്ടം തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണം തടയാൻ തമിഴ്നാട് വനം വകുപ്പ് കർശന ഇടപെടൽ നടത്തണമെന്നുള്ള രീതിയിൽ പ്രതിഷേധമൊക്കെ അരങ്ങേറിയിരുന്നു. കാട്ടാനകൾ ഉൾപ്പെടെ മേഖലയിൽ ഇറങ്ങി ഈ തോട്ടം തൊഴിലാളികളെ ക്വാർട്ടേഴ്സും ലയങ്ങളും ഒക്കെ ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ പതിവാണ്. പുലിയുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ. ഇത്തരത്തിൽ കൊച്ചു കുട്ടികളെയാണ് ഇത്തരത്തിൽ കടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവങ്ങൾ ഇവിടെ തുടർക്കഥയാകുന്നത്. കൊച്ചുകുട്ടികളെ എളുപ്പത്തിൽ കടിച്ചുകൊണ്ടു പോകാം എന്നുള്ളൊരു കാര്യമാണ് ഈ പുലികൾ കൊച്ചുകുട്ടികളെ നേരെ കൂടുതൽ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഒക്കെ എത്തുന്നത്. എന്തായാലും ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്. 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ച് കുട്ടിയെ, ഒരു സൈബുൾ എന്ന് പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകനെ ഇത്തരത്തിൽ പുലി കടിച്ചു കൊണ്ടുപോയി പാതി ഭക്ഷിച്ച നിലയിൽ ഉപേക്ഷിച്ച രീതിയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. കാളിദാസ്. അനീഷ് ആൻ്റണിയാണ് വിവരങ്ങൾ നൽകിയത്. സൂചിപ്പിച്ച പോലെ തന്നെ വന്യജീവി ആക്രമണം നിരന്തരമുള്ള ഒരു പ്രദേശമാണ് തമിഴ്നാട് വാൽപ്പാറ. ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പുലി കടിച്ചു കൊന്ന ഈ 4 വയസ്സുകാരൻ സൈബിൾ എന്നുള്ളത്. അത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെ ആകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. വാൽപ്പാറ ആയിപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ മകനാണ് ഈ മരിച്ച 4 വയസ്സുകാരൻ സൈബിൾ. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെയാണ് പുലി കടിച്ചുകൊണ്ടുപോയത്. പിന്നീട് കുട്ടിയെ കാണാതായി. തുടർന്ന് നടത്തിയ ഒരു തെരച്ചിൽ, ആ തെരച്ചിലാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ വാൽപ്പാറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്.